തിരുവനന്തപുരത്ത് ഇടതുമുന്നണിയും NDAയും വലിയ പോരാട്ടം നടത്തുന്നു. കൊല്ലത്ത് ചിത്രത്തിൽ ഇടതുമുന്നണി മാത്രം, അതാണ് അവസ്ഥ. കൊച്ചിയിലേക്ക് വരുമ്പോൾ വലിയ പോരാട്ടം, ഇഞ്ചോടിഞ്ച് 14-14 എന്ന ചിത്രമുണ്ടാകുന്നു. തൃശ്ശൂരിൽ 9-12 ഇടതുമുന്നണിയെ പിന്നിലാക്കി UDF പിടിക്കുന്നു. തൃശ്ശൂരിൽ UDFന്റെ മുന്നേറ്റം കാണാൻ UDFന്റെ തിരിച്ചുവരവിനുള്ള വേദി ഒരുങ്ങുകയാണ്. തൃശ്ശൂരിൽ UDF ആണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. പാലാ നഗരസഭ ശ്രദ്ധേയമാവുന്നു. അവിടെ LDFന്റെ ലീഡ് തന്നെ ഇല്ലേ. ആദ്യ 2 വാർഡുകളിലും LDF ജയിച്ചു എന്നുള്ളതാണ്. കോർപ്പറേഷനുകളിൽ മുന്നേറ്റം LDFന്. തിരുവനന്തപുരത്ത് LDF 9, UDF 4, NDA 8. അവിടെ BJPയുടെ മുന്നേറ്റമാണ്. NDA ആണ് ലീഡ് ചെയ്യുന്നത്. 8ഇടത്ത് NDA. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. NDA BJP മുന്നണി 8, LDF 7 എന്നുള്ളതാണ്. തൃശ്ശൂരിൽ LDF മുന്നേറ്റം, തൃശ്ശൂരിൽ UDFന്റെ മുന്നേറ്റം. കോഴിക്കോട് പ്രതീക്ഷിച്ചതുപോലെ തന്നെ LDFന്റെ മുന്നേറ്റം തുടരുകയാണ്. മലപ്പുറം, മഞ്ചേരി, പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ, തിരൂരങ്ങാടി UDFന്റെ ശക്തി കേന്ദ്രമായ മലപ്പുറം സംഭവിക്കുന്ന അങ്ങനെ. നിലമ്പൂരിൽ LDF എന്നൊരു ശ്രദ്ധേയമായ കണക്ക് വരുന്നുണ്ട്. അത് പൂർണ്ണമല്ല, ഒരുപക്ഷെ അപ്ഡേറ്റ് പ്രകടമാണ്. കാരണം കഴിഞ്ഞ നിലമ്പൂർ ബൈ ഇലക്ഷനിൽ നിലമ്പൂർ നഗരസഭയാണ് ഇടതുമുന്നണിക്ക് വലിയ തിരിച്ചടിയായതെങ്കിൽ ഇത്തവണ തിരിച്ചുവരവിന്റെ സൂചനയാണോ നിലമ്പൂരിൽ പ്രകടമാകുന്നത് എന്നതാണ്. നിലവിലെ ലീഡ് അനുസരിച്ച് നിലമ്പൂർ നഗരസഭയിൽ LDFന്റെ ലീഡ്. അതായത് മലപ്പുറത്ത് പെരിന്തൽമണ്ണയിലും മഞ്ചേരിയിലും തിരൂരിലും മലപ്പുറത്തും കോട്ടയ്ക്കലിലും UDFന്റെ മുന്നേറ്റമാണ്. നിലമ്പൂരിൽ LDF മുന്നേറ്റം. കൊണ്ടോട്ടി, വളാഞ്ചേരി, തിരൂരങ്ങാടി, പരപ്പനങ്ങാടി, താനൂർ എന്നിവിടങ്ങളിൽ UDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. അതേസമയം നിലമ്പൂരിൽ LDFന്റെ മുന്നേറ്റമാണ്. മലപ്പുറത്ത് നിലമ്പൂരിൽ LDFന്റെ മുന്നേറ്റം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. തിരുവനന്തപുരത്തേക്ക് പോകാം. 9ഇടത്ത് LDF, 8ഇടത്ത് NDA. അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം തിരുവനന്തപുരത്ത്. BJPയും LDFും തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുകയാണ്. തിരുവനന്തപുരത്ത് 1 സീറ്റിന്റെ വ്യത്യാസത്തിൽ LDFന്റെ ലീഡ്. നഗരസഭകളിലെ ജില്ലാ ലീഡ് ഇങ്ങനെയാണ്. എറണാകുളത്ത് അങ്കമാലിയിലും കളമശ്ശേരിയിലും കൊച്ചിയിലും കൂത്താട്ടുകുളത്തും മൂവാറ്റുപുഴയിലും LDFനാണ് ലീഡ്. കോതമംഗലത്തും മരടിലും തൃക്കാക്കരയിലും UDFന്റെ ലീഡ്. ഏലൂരിൽ ഒപ്പത്തിനൊപ്പമാണ് LDFും UDFും. തിരുവനന്തപുരത്തെ ലീഡ് നിലയിൽ 2 ഇടങ്ങൾ വലിയ തുറയിലും വള്ളക്കടവിലും LDFന്റെ ലീഡാണ് വരുന്നത്. രണ്ടും തീരദേശ മണ്ഡലങ്ങളാണ്. ആ മേഖലകൾ അങ്ങനെയെങ്കിൽ LDFന് തിരിച്ചടി ഉണ്ടായോ ഇല്ലയോ എന്നതിൽ കൂടി പ്രകടമാവുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യ സമയങ്ങളിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ എണ്ണുന്നത് തീരദേശ വാർഡുകളാണ്. അതിനുശേഷം നഗര വാർഡുകളിലേക്ക് അല്ലേ, നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോഴാണ് അവിടെ NDAയുടെ മുന്നേറ്റം കാണുക. അതിപ്പോൾ കാണുന്നുമുണ്ട് അല്ലേ. ശരി, പാലായിൽ അട്ടിമറിയുടെ സൂചനകളില്ല. 3 വാർഡിലും ഇടതുമുന്നണിക്ക് തന്നെ വിജയം. കേരള കോൺഗ്രസ് എമ്മിന്റെ സ്ഥാനാർത്ഥികൾ 3 വാർഡിലും വിജയിച്ചു എന്നതാണ്. അങ്ങനെയെങ്കിൽ അട്ടിമറി സൂചനകളില്ല എന്നത് തന്നെയാണ് പാലയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇടതുമുന്നണി കേരള കോൺഗ്രസ് 2 തന്നെ പാലയിൽ. ജോസിൻ ബിനോയാണ് 3ാം വാർഡിൽ അവിടെ വിജയിച്ചത്. ഇതാണ് പാലാ നഗരസഭയുടെ ചിത്രം. ഇതാണ് മുന്നോട്ട് വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം കോർപ്പറേഷനുകളടക്കൽ കൊല്ലം വേഗത്തിൽ 27 ഇടതുമുന്നണി ലീഡ്. കൊല്ലത്ത് വൻ മുന്നേറ്റം. കൊച്ചിയിൽ 14, UDF തന്നെയാണ് മുന്നിൽ 16. കൊച്ചിയിൽ മുന്നേറ്റം അതാണ്. അതേസമയം തൃശ്ശൂരിലും UDF ആണ്. മഞ്ജുഷ ശ്രദ്ധിക്കുക, കൊച്ചിയിലും തൃശ്ശൂരിലും UDF കൃത്യമായി UDFന് തിരിച്ചു വരാനുള്ള സാധ്യതകളാണ് കൊച്ചി കോർപ്പറേഷനിലും തൃശ്ശൂർ കോർപ്പറേഷനിലും കാണുന്നത്. 2ഇടത്തും UDFന്റെ മുന്നേറ്റം ഇപ്പോൾ കാണുന്നു. അതേസമയം മലപ്പുറത്ത് UDFന്റെ ശക്തി കേന്ദ്രം 12ൽ 11 നഗരസഭകളിലും UDFന്റെ മുന്നേറ്റമാണ്. നിലമ്പൂരിൽ മാത്രമാണ് LDF മലപ്പുറത്ത് മുന്നേറുന്നത് എന്നുള്ളതാണ്. അതാണ് സാഹചര്യം. എന്തായാലും മുന്നോട്ട് പോവുകയാണ്. വലിയ തുറ തിരുവനന്തപുരത്തെ ആദ്യം ഈ തീരദേശ മേഖലയിൽ കൗണ്ടിംഗ് ഉണ്ട്. അവിടെ വലിയ തുറയും വള്ളക്കടവിലും ഇടതുമുന്നണി തന്നെയാണ് ലീഡ് ചെയ്യുന്നതെന്നാണ്. തീരദേശം ഇത്തവണ ഇടതുമുന്നണിക്ക് പ്രതിസന്ധി ഉണ്ടാക്കുമോ എന്നതായിരുന്നു ആശങ്ക. പക്ഷേ 2ഇടവും തീരദേശത്തെ റിസൾട്ടും ഇടതുമുന്നണിക്ക് അനുകൂലം തന്നെ എന്നതാണ്. സംസ്ഥാനത്തിന്റെ തുടക്കം ഇടതുമുന്നണിക്ക് തന്നെ പൊതുവിലൊരു ലീഡ് നില സംസ്ഥാനത്ത് ആകെ അവകാശപ്പെടാനുണ്ട്. അതാണ് പൊതുവിലുണ്ടാകുന്ന സാഹചര്യം. അതേസമയം 2ഇടങ്ങളിൽ തങ്ങളുടെ 2 പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിൽ UDFന്റെ തിരിച്ചുവരവിന്റെ സൂചനയുണ്ട്. കൊച്ചി നഗരസഭയിൽ, കൊച്ചി കോർപ്പറേഷനിലൊപ്പം തൃശ്ശൂർ കോർപ്പറേഷനിലും അത് വളരെ പ്രകടമാണ് താനും. അതേസമയത്ത് തന്നെ കേരള കോൺഗ്രസ് ഒപ്പമുള്ളത് കൊണ്ട് തന്നെ LDFന് കോട്ടയത്ത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നു എന്ന ആദ്യ സൂചനകൾ വരുന്നത് പാലായിൽ നിന്നാണ്. പാലായിൽ ആദ്യ 3 വാർഡുകളിലും LDFന്റെ വിജയം. കേരള കോൺഗ്രസ് എമ്മിന്റെ സഹായത്തോടു കൂടി LDFന്റെ വിജയം കാണുകയാണ്. അതേസമയം പത്തനംതിട്ട ജില്ലയിൽ UDFന്റെ തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത കാണുന്നു. 3 നഗരസഭകളിൽ UDF ആണ് മുന്നേറുന്നത്. ഇപ്പോൾ അതിൽ പന്തളവും ഉൾപ്പെടുന്നു എന്നുള്ള കാര്യമാണ്. പന്തളത്ത് BJP ആയിരുന്നു കഴിഞ്ഞ തവണ. അവിടെയാണ് ഇപ്പോൾ UDFന്റെ ലീഡ്. അടൂർ നഗരസഭ 1ാം വാർഡിൽ LDF ആണ് വിജയിച്ചിരിക്കുന്നത്. അതേസമയം കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDF നടത്തുന്നത്. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും നഗരസഭകളിലും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിലുമുള്ള മുന്നേറ്റം LDFനാണ്. കൊല്ലത്താണ് LDFന്റെ വലിയ മുന്നേറ്റം. കോർപ്പറേഷനിൽ 19 സീറ്റുകളിൽ LDF, UDF 3, NDA 1 സീറ്റിൽ എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്തിൽ LDF 18, UDF 1.
ബ്ലോക്കിൽ LDF 15 കൊല്ലത്ത്, ഒരിടത്ത് മാത്രം UDF. ഗ്രാമപഞ്ചായത്തിൽ തൂത്തുവാരുകയാണ് കൊല്ലത്ത്. LDF 30, UDF 7, NDA 1 എന്നുള്ളതാണ്. മുനിസിപ്പാലിറ്റികളിൽ കൊല്ലത്ത് 10 ലീഡ്, മുനിസിപ്പാലിറ്റികളിൽ കൊല്ലത്ത് 10 മുനിസിപ്പൽ വാർഡുകളിൽ, ആകെ 4 മുനിസിപ്പാലിറ്റികളിലുള്ള കൊല്ലത്ത് 4 ലീഡ് ചെയ്യുന്നത് LDF ആണ് എന്നുള്ളതാണ് കൊല്ലത്ത് നിന്നുള്ള വിവരങ്ങൾ. അതായത് കൊല്ലത്തും തിരുവനന്തപുരത്തും ജില്ലാ പഞ്ചായത്തുകളിലേക്കുള്ള മുന്നേറ്റവും മുനിസിപ്പാലിറ്റികളിലെ മുന്നേറ്റവും LDFന് തന്നെയാണ്. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷനിൽ NDA ആണ് ഇപ്പോഴത്തെ ലീഡ്, അല്ലേ? അതെ, പേട്ടയിൽ നിന്നുള്ള അപ്ഡേറ്റ് വരുന്നുണ്ട്. പേട്ടയിൽ ഇടതുമുന്നണിയുടെ മേയർ സാധ്യതാ സ്ഥാനാർത്ഥി ദീപക് മത്സരിക്കുന്ന ഇടത്ത് അവിടെ ഇപ്പോൾ LDFന് തന്നെ ലീഡെന്നതാണ് പേട്ടയുടെ ചിത്രം ഇപ്പോൾ പുറത്തു വരുന്നത്. കൊല്ലത്തും കോഴിക്കോടും ഇടതുമുന്നണി തന്നെ. പാലാ നഗരസഭയുടെ 4ാം വാർഡിൽ UDFന്റെ വിജയമുണ്ടായിട്ടുണ്ട്. ആദ്യം 3 വാർഡുകളിൽ ഇടതുമുന്നണിയെങ്കിൽ 4ാം വാർഡിലേക്ക് വരുമ്പോൾ പാലയിൽ അവിടെ UDFന്റെ വിജയമാണ്. മാറ്റത്തിന്റെ സൂചനയുണ്ടോ? നിലവിൽ പ്രകടമല്ല. ഇനി സംഭവിക്കുമോ? കണ്ടറിയണം. തിരുവനന്തപുരത്ത് ലീഡ് തിരികെ പിടിക്കുന്ന LDF എന്ന ചില സൂചനകൾ കൂടി വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ലീഡ് NDA തൊട്ട് പിന്നിലുണ്ട്. അതാണ് ചിത്രം. അവിടെ UDFന്റെ മികച്ച പ്രകടനം ഉണ്ടാകുന്നുണ്ടോ എന്നതുകൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എറണാകുളം കോർപ്പറേഷനിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. UDF അവരുടെ ശക്തി മേഖലകൾ വിട്ടുകൊടുക്കുന്നില്ല. എറണാകുളത്ത്, തൃശ്ശൂരിലും സംഭവിക്കുന്നത് തന്നെയാണ് എന്നതാണ് സാഹചര്യം. ഇടതുമുന്നണി കോർപ്പറേഷൻ മേഖലയിൽ 4 ഇടങ്ങളിൽ മുന്നിലാണ്. തിരുവനന്തപുരത്ത് ഇടതുമുന്നണി 9, NDA 8 എന്ന ചിത്രം വരുന്നു. യെസ്.